നമസ്കാരം, ഭാരത് ലൈവിലേക്ക് സ്വാഗതം. സർ, വന്ദേ മാതരം. വന്ദേ മാതരം. സർ, നമ്മൾ കഴിഞ്ഞ ദിവസം ചൈനയിലെ പട്ടാള അട്ടിമറി നീക്കങ്ങളെക്കുറിച്ച് ചില കാര്യങ്ങളൊക്കെ സംസാരിച്ചിരുന്നു. അപ്പോൾ അതിൻ്റെ ഒരു തുടർച്ച എന്നോണം ആണ് ഇപ്പോൾ ഒരു വിഷയം അങ്ങയോട് ചർച്ച ചെയ്യാൻ ആഗ്രഹിക്കുന്നത്. അതായത് പൊതുവേ ഈ ചൈനയെ സംബന്ധിക്കുന്ന കാര്യങ്ങൾ നമുക്ക് പുറം ലോകം അറിയുന്നത് വളരെ കുറവാണ്. അതങ്ങ് കഴിഞ്ഞ തവണ വിശദമാക്കിയിരുന്നു. ഇപ്പോൾ ഏറ്റവും ഒടുവിൽ നമുക്കൊരു വിവരം കിട്ടിയിരിക്കുന്നത് ചൈനീസ് പ്രസിഡൻറ്റ് സി ജിൻപിങ് അദ്ദേഹം നോർത്ത് കൊറിയ, ഉത്തര കൊറിയ സന്ദർശിച്ചിരിക്കുന്നു. നമ്മുടെ വിഖ്യാതനായ കിം ജോങ് ഉൻ അദ്ദേഹത്തിൻ്റെ നാട്ടിൽ പോയിരിക്കുകയാണ്. അപ്പോൾ ഈ ചൈനയും ഉത്തര കൊറിയയായിട്ട് വളരെ അടുത്ത് ബന്ധമുണ്ടെന്നൊക്കെ നമ്മൾ കേട്ടിട്ടുണ്ട്. അതിൻ്റെ വാസ്തവം എന്താണെന്ന് ഇപ്പോഴും അത്ര വ്യക്തമല്ല. പക്ഷേ ഈ സന്ദർശനത്തിൽ ഇന്ത്യൻ നയതന്ത്ര വിദഗ്ധർ ചില ആശങ്കകൾ പ്രകടിപ്പിക്കുന്നുണ്ട്. അത് ഇന്ത്യക്ക് മാത്രമല്ല ആശങ്ക, റഷ്യയ്ക്കും ആശങ്കയുണ്ട്. മറ്റ് ലോകരാഷ്ട്രങ്ങളുടെ ഈ വിഷയത്തിലുള്ള നിലപാട് എങ്ങനെയാണെന്ന് അറിയില്ല. കാരണം ഉത്തര കൊറിയ അമേരിക്കയായിട്ടുള്ള വിഷയമൊക്കെ നമുക്കറിയാം. അപ്പോൾ ചൈനയും ഉത്തര കൊറിയയായിട്ട് അടുക്കുന്നു എന്ന് പറയുന്നത് അമേരിക്കയ്ക്കും അത്ര താല്പര്യമുള്ള വിഷയമായിരിക്കില്ല എന്ന് ഞാൻ കരുതുന്നു. എന്താണ് സാർ ഇദ്ദേഹത്തിൻ്റെ ഈ ചൈനീസ് പ്രസിഡൻറ്റിൻ്റെ ഈ സന്ദർശനത്തിന് പിന്നിലെ ഉദ്ദേശം എന്താണ്? എന്തുകൊണ്ടാണ് നമ്മുടെ ഇന്ത്യക്കും റഷ്യയ്ക്കും ഇക്കാര്യത്തിൽ ഒരു ആശങ്ക വരുന്നത് എന്തുകൊണ്ടാണ്? ഈ നോർത്ത് കൊറിയൻ, ചൈനീസ്, സൗത്ത് കൊറിയ, ജപ്പാൻ, റഷ്യ, ഇന്ത്യ ഇത്രയും രാഷ്ട്രങ്ങൾ, ആൻഡ് USA ഇത്രയും രാഷ്ട്രങ്ങളായിട്ട് കെട്ടുപിണഞ്ഞ് കിടക്കുകയാണ് ഈ നോർത്ത് കൊറിയയുടെ ഒരു വിഷയം. അത് പറഞ്ഞു കഴിഞ്ഞാൽ കോംപ്ലക്സ് എന്ന് പറഞ്ഞാൽ അങ്ങേ അറ്റത്തെ കോംപ്ലക്സ്. നമുക്ക് അതെല്ലാം കൂടെ മനസ്സിലാക്കി വരുമ്പം നമുക്ക് തന്നെ വട്ടായി പോകുന്നു. ഒന്നാമത് ഈ ഉമ്മാൻ്റെ പേര് കിം ജോങ് ഉൻ, കിം ഇൽ ഊങ് എന്നൊക്കെ പറഞ്ഞ് അപ്പൂപ്പന്മാരെല്ലാം വരുമ്പോഴേ നമുക്ക് തന്നെ വട്ടായി പോകും. പിന്നെ അവരുടെ ഹിസ്റ്ററിയും അങ്ങനെയാണ്. ഇവർ തമ്മിലുള്ള പോളിറ്റിക്സ് ഭയങ്കര കോംപ്ലക്സ് ആയിട്ടുള്ള. നമ്മുടെ ഇന്ത്യയും പാകിസ്ഥാനും ഇന്ത്യയും ചൈനയും തമ്മിൽ ഇത്ര കോംപ്ലക്സ് ഒരു കോംപ്ലക്സും ഇല്ല, സ്ട്രൈറ്റ് ആണ്. അതായത് 1945-ലാണല്ലോ സെക്കൻഡ് വേൾഡ് വാർ തീർന്നത്. അതിന് അതുവരെ തൈവാനും, ഇപ്പം നമ്മുടെ പ്രേക്ഷകർക്ക് എത്ര പേർക്ക് അറിയാവുന്ന അവരുടെയും കൂടെ ശ്രദ്ധയ്ക്ക് നമ്മൾ പറയുന്നതാണ്. തായ്പേയും ഫോർമോസ, പഴയ ഫോർമോസ, തായ്പേയും ഈ കൊറിയയും ജപ്പാന്റെ കീഴിലായിരുന്നു. ജപ്പാനാണ് ഭരിച്ചത്. അതായത് രണ്ടാം ലോക മഹായുദ്ധം അവസാനിക്കുന്നത് വരെ അവരുടെ നിയന്ത്രണത്തിലായിരുന്നു. അപ്പോൾ 1945 ജപ്പാൻ സറണ്ടറായി. അപ്പോൾ ഈ നമ്മുടെ ഈ റഷ്യയും ഈ കൊറിയയും ചൈനയും തമ്മിൽ ബോർഡേഴ്സ് ഉണ്ട്. അവർ അയൽ രാഷ്ട്രങ്ങളാണ്. റഷ്യയും നോർത്ത് കൊറിയയും തമ്മിൽ 17-18 കിലോമീറ്റർ കുഞ്ഞു ബോർഡറുണ്ട്. അതുവഴി വണ്ടികളൊക്കെ പോകുന്നുണ്ട്. അപ്പോൾ ഈ റഷ്യ ചൈനയുടെ പഴയ പ്രദേശം മഞ്ചൂറിയ എന്ന് പറയുന്ന ഭയങ്കര ഫെർട്ടൈലാണ്. അത് ജപ്പാന്റെ കയ്യിലായിരുന്നു. അപ്പോൾ റഷ്യൻസ് അഡ്വാൻസ് ചെയ്ത് മഞ്ചൂറിയ പിടിച്ചു. അപ്പം അത് ഇപ്പോഴും റഷ്യയുടെ കയ്യിലാണ്. ചൈനയ്ക്കൊന്നും കൊടുത്തിട്ടില്ല, അത് കൊടുക്കാൻ പറ്റില്ല. അപ്പം അതങ്ങനെ റഷ്യ അഡ്വാൻസ് ചെയ്ത് ചൈനയിൽ കയറി, മഞ്ചൂറിയയിൽ നിന്ന് കൊറിയ കയറി. അതാണ് അതിനകത്തുള്ള ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ളത്. കൊറിയ കയറി. ജർമ്മനി, സത്യം പറഞ്ഞാൽ നമ്മൾ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഈ റഷ്യ കാരണമാണ് ഹിറ്റ്ലർ തോറ്റതും ഇത്ര പെട്ടെന്ന് സെക്കൻഡ് വേൾഡ് വാർ നിന്നത്. അല്ല ജപ്പാൻ്റെ മറ്റേ അണുബോംബല്ല, ഈ റഷ്യൻ അഡ്വാൻസ് ആണ്. റഷ്യ തോപ്പിച്ചു അവരെ. ചെമ്പട ഹിറ്റ്ലറുടെ ജർമ്മൻസിനെ തോപ്പിച്ച്. ഒരു പക്ഷേ ഹിറ്റ്ലർ ഇയാളെ ആക്രമിച്ചില്ലായിരുന്നെങ്കിൽ, സ്റ്റാലിനെ ആക്രമിച്ചില്ലായിരുന്നെങ്കിൽ ചിലപ്പം ഇങ്ങനെ ആയിരിക്കില്ല ഹിസ്റ്ററി. അത് ലോകരാഷ്ട്രീയം തന്നെ മാറി. അത് നമുക്ക് പിന്നെ അവസരത്തിൽ പറയാം. അപ്പോൾ ഈ അത് കഴിഞ്ഞ് ഈ കൊറിയ കീഴടക്കി. സൗത്ത് കൊറിയ, നോർത്ത് കൊറിയ ഇല്ല, കൊറിയ കീഴടക്കി. ജപ്പാൻ്റെ നിന്ന് വിമോചിച്ച് റിലീസ് ചെയ്ത് കീഴടക്കിയിട്ട് അടുത്ത് ജപ്പാനിലേക്ക് കയറാൻ പോവുകയാണ് റഷ്യ. അപ്പോഴാണ് ഈ ട്രൂമാൻ അന്തം വിട്ട് എന്തും ചെയ്യുന്ന അറിഞ്ഞല്ല
ട്രൂമാൻ പല ഡിബേറ്റ് ഉണ്ട് പിന്നെ എന്തിനാണ് ജാപ്പാനീസിൻ്റെ പുറത്ത് ഇതിട്ടത് ആറ്റം ബോംബ്. സത്യം പറഞ്ഞാൽ ഇതാണ് കാരണം. ജപ്പാൻ എന്ന് പറഞ്ഞാൽ ജപ്പാന് റഷ്യയും തമ്മിൽ സൈബീരിയയുടെ അപ്പുറത്തെ വ്ളാഡിവോസ്റ്റോക്ക് അതിൻ്റെ അപ്പുറത്തെ ബോർഡറുണ്ട്. പിന്നെ ഇങ്ങനെയും പിടിക്കാൻ പോയി. അപ്പോൾ കൊറിയയിൽ നിന്ന് ജപ്പാനിലോട്ട് കയറുമോ അല്ലെങ്കിൽ സൈബീരിയയിൽ നിന്ന് ഇങ്ങോട്ട് കയറുമോ എന്നുള്ള പേടി അമേരിക്കൻസ് വന്നപ്പോഴാണ് കൊണ്ട് ഈ സാധനം അങ്ങ് ഇട്ടത്. അതിന് പേൾ ഹാർബർ മറിച്ചാണെന്നൊക്കെ പറഞ്ഞ്. അപ്പം ഇതാണ് അത് സ്റ്റാലിനൊക്കെ അറിയാം. ഇതാണ് സംഗതി. അങ്ങനെ ഇട്ട് ഒന്ന് വിരട്ടി റഷ്യയെ. പക്ഷെ റഷ്യ അപ്പോഴും ഇത് പരീക്ഷണം നടത്തിക്കൊണ്ടിരിക്കുകയാണ് അണുബോംബിൻ്റെ. അതാകും അറിഞ്ഞൂടായിരുന്നു. അതുപോട്ടെ. അപ്പോൾ അങ്ങനെയാണ് പിന്നെ ജപ്പാനിൽ കയറാതെ ജപ്പാനിൽ അമേരിക്ക ഡഗ്ലസ് മാക്ഡഗ്ലസ് അല്ല നമ്മുടെ ഫേമസ് ജനറൽ ഉണ്ടല്ലോ, അമേരിക്കൻ ജനറൽ. അപ്പോൾ അദ്ദേഹം ത്തിൻ്റെ നേതൃത്വത്തിൽ ജപ്പാൻ കീഴടക്കി. ജപ്പാൻ സറണ്ടർ ചെയ്തു ഒരു ഷിപ്പിൽ വെച്ച്, മിസൗറി എന്ന മറ്റേ ഷിപ്പിൽ കരാർ ഒപ്പിട്ടു. അപ്പോൾ അതിനുശേഷം പിന്നെ ഇത് കൊറിയ, നോർത്ത് കൊറിയ മൊത്തം കീഴടക്കിയല്ലോ. അപ്പം അന്ന് നോർത്ത് കൊറിയ ഇല്ലെങ്കിലും നോർത്ത് കൊറിയൻ ഭാഗങ്ങൾ മൊത്തം USSRൻ്റെ കീഴിലായി. അത് കഴിഞ്ഞ് പിന്നെ അന്ന് ചൈന ഇൻസിഗ്നിഫിക്കൻ്റ് ആണ്, റഷ്യയാണ്. ചൈനയിൽ ആകെ അടിയായി. ചിയാങ് കൈഷേക്കും പിന്നെ ഇയാൾ ഇപ്പോഴത്തെ മാവോ ഒക്കെ തമ്മിൽ അടിയായി. അവർ അത്ര പവർഫുൾ അല്ല. അപ്പോൾ ഈ റഷ്യ നോർത്ത് കൊറിയയിൽ USSRൻ്റെ കയ്യിലും സൗത്ത് കൊറിയൻ ബാച്ചും അല്ല സൗത്ത് കൊറിയ USA ബാച്ചിൻ്റെ കയ്യിലുമാണ്. അങ്ങനെ ഇരുന്നപ്പോൾ ഈ 1950 നോർത്ത് കൊറിയ ഇയാളുടെ അപ്പൂപ്പൻ ഇപ്പോഴുള്ള കിം ജോങ് ഉന്നിൻ്റെ അപ്പൂപ്പൻ ഗ്രാൻഡ് ഫാദർ ഒരു 1950 ജൂൺ 25 ഏകദേശം ഇനി കുറച്ച് ദിവസം കൂടെ ജൂൺ 25 വെളുപ്പാങ്കാലത്ത് അങ്ങ് ഇടിച്ചം കയറി സൗത്ത് കൊറിയയിലോട്ട്. ഇടിച്ചു കയറി സിയോൾ കീഴടക്കി. അപ്പം ജനറൽ മറ്റേ അപ്പോഴാണ് ജനറൽ മക്ഡഗ്ലസ് സാദർ, അമേരിക്കൻ ജനറൽ, ഫേമസ് ജനറൽ. അദ്ദേഹം ജപ്പാനിൽ ഇവിടെ പോസ്റ്റ് ചെയ്തു. അദ്ദേഹത്തിൻ്റെ മാത്രമല്ല, അതാണ് ഫസ്റ്റ് ആൻഡ് ലാസ്റ്റ് യുണൈറ്റഡ് നേഷൻസിൻ്റെ ഫ്ലാഗിൽ വന്നത് ഈ ഇവരെ ഓടിക്കാനായിട്ട് അമേരിക്കൻ സൈന്യം വന്നത്. അമേരിക്കൻ സൈന്യമാണ് അത്. പക്ഷെ യുണൈറ്റഡ് നേഷൻസിന്റെ ഫ്ലാഗിന്റെ കീഴിൽ വേറെ 16 രാജ്യങ്ങളും കൂടെ അതിനകത്ത് ജോയിൻ ചെയ്തു. പക്ഷെ 80% to 90% അമേരിക്കൻ അസറ്റ്സ് ആണ്. പക്ഷെ വേറെ 16 രാജ്യങ്ങളും കൂടെ ഉണ്ടായിരുന്നു. എന്നിട്ട് യുണൈറ്റഡ് നേഷൻസിന്റെ ഫ്ലാഗ്. പിന്നെ അങ്ങനെ യുണൈറ്റഡ് നേഷൻസിന്റെ ഫ്ലാഗ് ഉപയോഗിച്ച് ഒരു നമ്മുടെ ഇന്ത്യയുടെ വിഷയത്തിലെ ഒരു വിഷയത്തിലും അങ്ങനെ സംഭവം നടന്നിട്ടില്ല. അങ്ങനെ UN ഫ്ലാഗിൻ്റെ നേതൃത്വത്തിൽ മക്കാദർ പുഷ് ചെയ്ത് ഇവരെ നോർത്ത് കൊറിയ യാലു റിവർ എന്ന് പറഞ്ഞ ചൈനയുടെ അവിടെ കൊണ്ടുചെന്നു. അവിടെ കൊണ്ടുചെന്ന് പിന്നെ ഇതിന് അവർ ചൈനയുടെ ആർമി. അപ്പം ചൈനയ്ക്ക് വെപ്രാളമായി. അത് സ്റ്റാലിൻ്റെ കളിയാണ്. ഈ സ്റ്റാലിൻ എന്ന് പറഞ്ഞാൽ അയാൾ ഭയങ്കര ക്രൂരനാണ്, ഡെസ്പോട്ടിക്കാണെന്നൊക്കെ പറയുമെങ്കിൽ അങ്ങനെ കളിച്ച കളി അതുപോലെ ആരും കളിച്ചില്ല. എല്ലാവരും ചർച്ചിലിനെ പോകും. ചർച്ചിലൊന്നും ഒന്നും കളിച്ചില്ല. സ്റ്റാലിൻ അയ്യോ അയാൾ ഭയങ്കരനായിരുന്നു. അപ്പം സ്റ്റാലിൻ്റെ കളിയാണ്. അപ്പോൾ സ്റ്റാലിൻ ഈ ചൈനയെ ഇളക്കി വിടാൻ വേണ്ടി എന്തായാലും ഈ USSRൻ്റെ കയ്യിൽ നിന്ന് പോകുന്നു മനസ്സിലായി. അപ്പം ഈ കുഞ്ഞു ബോർഡറേ ഉള്ളൂ, അതേസമയം വലിയ ബോർഡറാണ് ചൈനയായിട്ടുള്ള ബോർഡർ. അപ്പോൾ ഈ സ്റ്റാലിൻ ചൈനയെ കൂടെ പിടിച്ച് ഇതിനകത്ത് ഇടാൻ വേണ്ടി സ്റ്റാലിൻ ഇടപെട്ടില്ല. സ്റ്റാലിൻ ഇങ്ങനെ മിണ്ടായിരുന്നു. മറ്റേത് കൊറിയൻ ആർമിയാണ് പോയത്, USSR പോയിട്ടില്ല. അപ്പം മിണ്ടാതിരുന്നപ്പോൾ കൊറിയൻ ആർമി ഒറ്റയ്ക്ക് അങ്ങോട്ട് കയറിപ്പോയി. അവർ വന്ന് തിരിച്ച് അവർ പുഷ് ചെയ്ത് പിന്നെ തിരിച്ച് ഇതിനിടയ്ക്ക് സിയോൾ 4 പ്രാവശ്യം അങ്ങോട്ടും ഇങ്ങോട്ടും പിടിച്ചു 4 times. പിന്നെ വിട്ടു പിന്നെ അങ്ങനെ 4 പ്രാവശ്യം. അപ്പം ഇയാൾ ഈ മർക്കാദർ വരുന്ന ഇഞ്ചിയോൺ, എനിക്ക് തോന്നുന്നു ഇപ്പം സിയോൾ കഴിഞ്ഞ ഏറ്റവും വലിയ
സിറ്റിയാണ് ഇഞ്ചിയോൺ. സൗത്ത് കൊറിയയിൽ ഇഞ്ചിയോണിൽ നിന്നാണ് ഇങ്ങനെ തുടങ്ങിയത്. അങ്ങനെ വലിയ പ്രഗത്ഭനായിരുന്നു. പക്ഷേ അവസാനം ഇതായി, പിന്നെ ട്രഞ്ച് കുഴിച്ച് ഫസ്റ്റ് വേൾഡ് വാറിൽ ട്രഞ്ച് വാറായിരുന്നു. ഒരുപാട് ഹ്യൂമൻ ലൈഫ്സ് നഷ്ടപ്പെട്ടാണ് ഫസ്റ്റ് വേൾഡ് വാറിൽ. ഈ ട്രഞ്ച് വാറായിരുന്നു. അതേപോലെ ഒരു വാറായി, ട്രഞ്ച് കുഴിച്ച് ഇത് ഒരു സ്റ്റെയിൽമേറ്റ് പോലെയായി അവസാനം. അങ്ങോട്ടും ഇങ്ങോട്ടും പുഷ് ചെയ്ത്. അപ്പോൾ 38 പാരലൽ എന്നാണ് ഇവരുടെ അതിർത്തിക്ക് പറയുന്നത്. അപ്പോൾ യാലു റിവറിൻ്റെ അങ്ങോട്ടേക്ക് ഇവരെ ഈ കൊറിയൻസ് നോർത്ത് കൊറിയൻസിനെ പുഷ് ചെയ്ത് വന്നപ്പോൾ ഒതുക്കി. അത് അപ്പോൾ ഇവരൊന്നും മിണ്ടിയില്ല. USSR ന്യൂട്രൽ അടിച്ചു നിന്ന് ചൈന ഇളക്കി വിട്ട്. അപ്പോൾ ചൈനയ്ക്ക് ഇവരെ എതിർക്കാൻ പറ്റില്ല. ഇത് അങ്ങോട്ട് അവര് ഹാൻസ് വംശവും ഇവർ കൊറിയൻ വംശവുമാണ്. ഈ വംശങ്ങൾ ഇവർ തമ്മിൽ കൊറിയൻ ജപ്പാനീസ് ആൻഡ് ദിസ് ഭയങ്കര വംശീയ വൈരമാണ് ഇപ്പോഴും ഉണ്ടത്. അപ്പോൾ ഈ കൊറിയ പിന്നെ നിവൃത്തിയില്ലാതെ പീപ്പിൾസ് ലിബറേഷൻ ആർമി എല്ലാം കൂടെ ഇങ്ങോട്ട് പുഷ് ചെയ്ത് അങ്ങനെയാണ് അങ്ങോട്ടും ഇങ്ങോട്ടും ഇതായത്. അവസാനം പിന്നെ സ്റ്റെയിൽമേറ്റായി, ട്രഞ്ച് വാറായി. ട്രഞ്ച് വാറിൽ ഇരുന്ന് 2.5 മില്യൺ എന്ന് പറഞ്ഞാൽ 25 ലക്ഷം ആളുകൾ സൈന്യരടക്കം കൊല്ലപ്പെട്ടു. ഭയങ്കര കോസ്റ്റ്. അപ്പോൾ 1950 തൊട്ട് 53 ഒരു സ്റ്റെയിൽമേറ്റായി പിന്നെ അല്ല ഇതായി അങ്ങോട്ടും 1 ഇഞ്ച് അങ്ങോട്ടും ഇല്ല 1 ഇഞ്ച് ഇങ്ങോട്ടും ഇല്ല. 38 പാരലിൻ്റെ അവിടെ വെച്ച് ഇങ്ങനെ ഇവർ നിൽക്കുകയാണ്. അത് അവിടെ വെച്ച് അങ്ങ് മനസ്സിലായി ഇനി മുമ്പോട്ട് പോയിട്ട് കാര്യമില്ല. എല്ലാത്തിനും ആറ്റം ബോംബ് ഇടാൻ പറ്റില്ല. ഇവരേലും ആറ്റം ബോംബുണ്ട് ഇപ്പോൾ. അപ്പോഴേക്ക് യുദ്ധം തുടങ്ങിയപ്പോൾ ഇല്ലായിരുന്നു. USSR ഇതായി അറ്റോമിക് പവറുമായി. അപ്പോൾ പിന്നെ അമേരിക്കയ്ക്കും പേടിയായി, അങ്ങോട്ടും ഇങ്ങോട്ടും ഇട്ടാൽ. അതുകൊണ്ടും മിണ്ടാതെ നിന്ന്. പിന്നെ ഈ നോർത്ത് കൊറിയ സെപ്റ്റംബറിൽ സൗത്ത് കൊറിയയാണ് ആദ്യം വന്നത്. 1948 ആണ് സൗത്ത് കൊറിയ വന്നത്. അത് കഴിഞ്ഞ് കുറച്ച് മാസം കഴിഞ്ഞിട്ട് നോർത്ത് കൊറിയൻ ഫോമായി. ഈ ഫോമായ ശേഷമാണ് ഇവർ അങ്ങോട്ട് കടന്നു കയറിയത്. ആ നില. പിന്നെ വേറൊരു കാര്യം, ഇവർ കരാർ ഒപ്പിട്ടിട്ടില്ല. ഇപ്പോഴും കരാർ ഒപ്പിട്ടിട്ടില്ല. ഇപ്പോഴും 1950 തുടങ്ങിയ വാർ ഇപ്പോഴും ലീഗലി വാറാണ്. നോർത്ത് കൊറിയയും സൗത്ത് കൊറിയയും വാറിലാണ്. അങ്ങനെ ഒരു യുദ്ധ ലോകത്തുള്ളൂ. പക്ഷേ വെടി നിർത്തിയെന്നേ ഉള്ളൂ. പക്ഷെ യുദ്ധത്തിലാണ്. നമ്മുടെ സിന്ദൂറിലെ പോലെ പാകിസ്ഥാനും നമ്മൾ വെടിയും നിർത്തിയൊന്നുമില്ല, നമ്മളങ്ങ് നിർത്തി. പക്ഷെ നമ്മളിപ്പോഴും സിന്ദൂറിലാണ്. അതേപോലെ അവര് തമ്മിലും ഇങ്ങനെയാണ്. പിന്നെ അപ്പൊ ഇതാണ് ബാക്ക്ഗ്രൗണ്ട്. സാർ, ഇവിടേക്ക് എന്താണ് ഇപ്പൊ ഈ ചൈനയുടെ സന്ദർശനത്തിന്റെ പ്രസക്തി എന്താ? അപ്പൊ ഈ സോവിയറ്റ് യൂണിയന്റെ USSRന്റെ സ്വന്തം ആളായിരുന്നു ഈ നോർത്ത് കൊറിയ ഒരു കാലത്ത്. അപ്പൊ അത് എന്തിനാ അത് കൊണ്ടുവന്നെന്ന് പറഞ്ഞാൽ സൗത്ത് കൊറിയയിൽ USA എല്ലാം കൂടെ വന്നോണ്ട് പിന്നെ ചൈനയായിട്ട് അത്ര നല്ല ടേംസിലല്ലായിരുന്നു റഷ്യ ആദ്യം. അത് 80s ഒക്കെ ആയപ്പോഴാണ് അവർ വളരെ ഫ്രണ്ട്ലി ആയത്. അതിനു മുമ്പ് ഒരുപാട് ഭൂമി തർക്കവും വാറും ഒക്കെ ഉണ്ടായിരുന്നു. അപ്പൊ റഷ്യക്ക് എപ്പോഴും ഒരു സംശയത്തോടെയാണ് ചൈന നോക്കിയിട്ടുള്ളത് ഇപ്പോഴും. അപ്പൊ 2 വിധത്തിലാണെന്നേ ഉള്ളൂ. അന്ന് ശരിക്കും ചൈന അമേരിക്കയുടെ കൂടെ ആയിരുന്നു വാർ വന്നപ്പം. റഷ്യ അമേരിക്കയുടെ കൂടെ ആണെങ്കിൽ റഷ്യ എപ്പോഴും അമേരിക്കയിൽ നിന്ന് വിഭിന്നമായിട്ടാണ്. പക്ഷെ ചൈന ചിയാങ് കൈഷേക്ക് അളിയനും പോലെ മറ്റേ നമ്മുടെ ട്രൂമാനുമായിട്ട് മൂവ് ചെയ്തൊക്കെ വന്നപ്പം ഈ ചൈനയെ ഒരു സംശയദൃഷ്ടിയോടെയാണ് റഷ്യ നോക്കിയത്. അപ്പം ഈ റഷ്യ നമ്മുടെ നോർത്ത് കൊറിയയെ ഒരു ബഫർ സ്റ്റേറ്റ് ആയിട്ടാണ് ആക്ച്വലി കണ്ടത്. ബഫറിൻ്റെ ഇടയിൽ നിൽക്കുന്നവരെ, അതായത് ചൈനയ്ക്കും റഷ്യയ്ക്കും ഇടയിൽ ഒരു ബഫർ സ്റ്റേറ്റ്. അതാണ് റഷ്യ ഉദ്ദേശിച്ചത്. അപ്പം നമ്മുടെ അത് കഴിഞ്ഞ് ഇപ്പോൾ സൗത്ത് കൊറിയ 40 ഇരട്ടിയോ 30 to 40 ടൈംസ് ആണ് റിച്ചർ ഈ നോർത്ത് കൊറിയ ഒരു കമ്പാരിസൺ അല്ല. പക്ഷേ ഇൻ 50s and 60s നോർത്ത് കൊറിയ ആയിരുന്നു ഫ്രണ്ടിൽ. എന്ന് പറഞ്ഞാൽ USSRന്റെ ഭയങ്കര സപ്പോർട്ട് ഉണ്ടായിരുന്നു, ചൈനയുടെ ചെറിയ സപ്പോർട്ട് ഉണ്ടായിരുന്നു. അങ്ങനെ നോർത്ത് കൊറിയ ഭയങ്കര റിച്ചായി വന്നു. പക്ഷേ USSRന്റെ കൊളാപ്സോടെ 70s ഒക്കെ ആയപ്പോൾ സൗത്ത് കൊറിയ പതുക്കെ മുന്നേറാൻ തുടങ്ങി.
ക്യാപിറ്റലിസം ഒക്കെ വന്നിട്ട് അമേരിക്കയുടെ ഇൻവെസ്റ്റ്മെൻ്റ് ഒക്കെ വന്നു. പക്ഷെ 91 USSR പോയതാണ് കംപ്ലീറ്റ് ഗ്യാസ് പോയി. നോർത്ത് കൊറിയ അങ്ങ് ഒരുപാട് അങ്ങ് ബാക്കിപ്പോയി. വളരെ ഇപ്പോഴത്തെ സ്റ്റേജായി. അവർക്ക് പട്ടാളം മാത്രമേ ഉള്ളൂ. നമ്മുടെ പാകിസ്ഥാൻ്റെ പോലെ അവർക്ക് പട്ടാളം മാത്രമേ ഉള്ളൂ, വേറെ ഒന്നുമില്ല. ജനങ്ങൾ പട്ടിണിയാണ്. അതേപോലെ തന്നെ നോർത്ത് കൊറിയ. അപ്പോൾ പിന്നെ നോർത്ത് കൊറിയ റഷ്യയുടെ കൂടെ ആയിരുന്നു. അത് കഴിഞ്ഞ് പിന്നെ ഈ 2090s ഒക്കെ കഴിഞ്ഞപ്പം ചൈന അങ്ങ് വളരാൻ തുടങ്ങിയല്ലോ. ചൈന അങ്ങ് വലിയ. അപ്പോൾ ചൈനയ്ക്കും ഈ നോർത്ത് കൊറിയ ആവശ്യമാണ്. ബഫർ സ്റ്റേറ്റാണ്. റഷ്യയെ പേടിയാണ് അന്ന്. ചൈനയ്ക്ക് ഭയങ്കര പേടി. ഇന്നും ചൈനയ്ക്ക് പേടിയുണ്ട്, അത് വേറെ കാര്യം. അപ്പം ചൈന ഈ നോർത്ത് കൊറിയയെ അങ്ങ് വളർത്തി. ഒരു കൊച്ചു ഗുണ്ട പോലെ. നമ്മുടെ ഹമാസ്, ഹിസ്ബുള്ള, ഇറാൻ വളർത്തിയതുപോലെ ചൈന ഇവരെ വളർത്തിയൊക്കെ കൊണ്ടുവന്ന് ചെറിയ കൊട്ടേഷനുകൾ, ചെറിയ കൊട്ടേഷൻ. പക്ഷെ അങ്ങനെയൊക്കെ പിള്ളേർക്ക് ഇത് മതി എന്ന് പറയില്ലേ, അതേപോലെ നീ അങ്ങനെയൊന്നും ചാടിയാൽ നീ ചട്ടിയുടെ വക്ക് വരെ ചാടിയാൽ മതി എന്ന് ചൈനീസ് ഇതിനുണ്ട്. അവർക്ക് മനസ്സിലായി. നോർത്ത് കൊറിയ പിന്നെ പഴയ പ്രിമിറ്റീവ് ആയിട്ടുള്ള ടെക്നോളജി ഒക്കെ കൊടുത്ത് അവന്മാരെ എവിടെ നിന്നൊക്കെ തപ്പിയെടുത്ത് മറ്റേ ഖാൻ ഉണ്ടല്ലോ, AQ ഖാൻ പാകിസ്ഥാന്റെ, പിന്നെ ബനാസിർ ഭുട്ടോ, ഇവരെല്ലാം ചേർന്ന് ടെക്നോളജി ഒക്കെ കൊടുത്ത് ഇവർക്ക് ആണവായുധവും ആ രീതിയിൽ കൊടുത്തിട്ടുണ്ട്. അങ്ങനെയാണ്. ഇവരാണ് അതിന്റെ ഡിസൈൻ. ബനാസിർ ഭുട്ടാണ് ഡിസൈൻ കൊടുത്തത്. അപ്പൊ അങ്ങനെയൊക്കെ നോർത്ത് കൊറിയ അങ്ങനെ സൈനികമായിട്ട് രക്ഷപ്പെട്ടിങ്ങനെ വരികയാണ്. വന്ന് അതായത് ഇപ്പൊ അടുത്ത കാലം വരെ ഒരു 5-6 years വരെ നോർത്ത് കൊറിയ ചൈനയുടെ ഒരു ഗുണ്ടയായിട്ട് വന്നു. അപ്പോഴാണ് ഈ ഉക്രൈൻ വാർ തുടങ്ങിയത്. ഉക്രൈൻ വാർ തുടങ്ങിയതോടെ ഈ നോർത്ത് കൊറിയയുടെ ഈ ഫെയ്റ്റ് തലവരെ അങ്ങ് മാറി. ഈ ഉക്രൈൻ്റെ വാർ കൊണ്ട് ഏറ്റവും അധികം ഗുണം റഷ്യക്കാണെങ്കിലും പിന്നെ എന്താ നമ്മൾ പറയില്ല, എന്താ ഇലനക്കി നാരൻ്റെ സിറിനക്കി നാരെന്ന് പറഞ്ഞ പോലെ അടുത്ത ഇത് ഗുണം വന്നത് നോർത്ത് കൊറിയക്കാണ്. എങ്ങനെ കിട്ടിയതിൻ്റെ ഒരു ചെറിയ അംശം കിട്ടി. അവർ ഡെവലപ്പായി. ചൈന ഡെവലപ്പ് ചെയ്യാൻ സമ്മതിക്കില്ല ഈ നോർത്ത് കൊറിയ. ഈ ഇത്രയൊക്കെ മതി എന്നുള്ള ഇതിലാണ്. അപ്പം ഈ റഷ്യ ടെക്നോളജിയൊക്കെ അത്യാവശ്യമൊക്കെ കൊടുക്കും, വേണ്ടപ്പെട്ട. നമ്മുടെ ഇന്ത്യക്ക് ഒരുപാട് ടെക്നോളജി തന്നിട്ടുണ്ട്. അതേപോലെ നോർത്ത് കൊറിയക്ക് കുറച്ച് ടെക്നോളജി കൊടുക്കാൻ അവർ തീരുമാനിച്ചു. അതിന് പകരം നോർത്ത് കൊറിയ അപ്പോൾ റഷ്യക്ക് ആൾനാശം വന്നു. ഒരുപാട് ആൾനാശം. ഈ ആളില്ല. ഈ കോൺസ്ക്രിപ്റ്റ് ചെയ്ത് ആർമിയിൽ ചേരാൻ അവിടെ ആൾ കുറവാണ്. പണ്ട് ഒരുപാടുണ്ടായിരുന്നു. പക്ഷേ ഇപ്പം അടുത്ത കാലത്തായിട്ട് എന്തോ യുവാക്കളിലൊരു വിസമ്മതം. അങ്ങനെ പെട്ടെന്ന് അവർക്ക് അവർ വിചാരിച്ച പോലെ വാർ കൊണ്ടുപോകാൻ പറ്റുന്നുണ്ട്. ആളില്ലാതെ വന്നപ്പോൾ അങ്ങനെയാണ് ഇവിടുന്നൊക്കെ കുറേ പേര് അവിടെ പോയിട്ട് പിന്നെ അയ്യോ എന്നെ രക്ഷിക്കണേ മോഡിജി എന്നൊക്കെ കിടന്ന് നിലവിളിച്ചത് ഇവിടുന്ന്. അങ്ങനെയാണ്. അപ്പോൾ അവർ എല്ലായിടത്തു നിന്നും അവർ എടുത്തിരുന്നു. ആഫ്രിക്കയിൽ നിന്നൊക്കെ അവർ എടുത്തിരുന്നു. അങ്ങനെ നോർത്ത് കൊറിയ ഒരുപാട് സോൾജേഴ്സിനെ അയച്ചു കൊടുത്തു. അപ്പം നോർത്ത് കൊറിയക്ക് വാർ എക്സ്പീരിയൻസ് ഇല്ല. ഒരുപാട് നാൾ ചൈനയ്ക്കും വാർ എക്സ്പീരിയൻസ് ഇല്ല, നോർത്ത് കൊറിയയ്ക്കും ഒരുപാട് നാളുകൊണ്ട് വാർ എക്സ്പീരിയൻസ് ഇല്ല. ചൈനയ്ക്ക് അവസാനം ഒരു യുദ്ധം ചെയ്തത് വിയറ്റ്നാമിൻ്റെ കൂടെയാണ്. അവസാനം നോർത്ത് കൊറിയ റെഡിയാക്കി, വിയറ്റ്നാം റെഡിയാക്കി ചൈനയെ. അപ്പം വേറെ എക്സ്പീരിയൻസ് അതൊക്കെ ഏത് കാലത്ത്. അപ്പം ഇവർക്ക് ഇതില്ല, വാർ എക്സ്പീരിയൻസ് ഇല്ല. അപ്പം ഇവർക്ക് വാർ എക്സ്പീരിയൻസും കിട്ടി. നോർത്ത് കൊറിയക്ക് കുറച്ച് പണവും കിട്ടി. സൈനികർ കൊല്ലപ്പെട്ടത് നോർത്ത് കൊറിയ വിഷയമൊന്നുമില്ല. ചൈനക്കാരുടെ ഇടയിൽ ചൈനക്കാർക്കും നോർത്ത് കൊറിയക്കും സൈനികർ കൊല്ലപ്പെട്ട നമ്മളെ ഇവിടുത്തെ സൈനികർക്ക് എന്തെങ്കിലും പറ്റിയാൽ നമുക്കിവിടെ വേറെ ഡെമോക്രാറ്റിക് സെറ്റപ്പ്. അവർക്കതൊന്നുമില്ല. ആരും ഉത്തരം പറയേണ്ട കാര്യമില്ല. അപ്പം അതും കിട്ടി, വാർ എക്സ്പീരിയൻസും കിട്ടി, പിന്നെ കുറേ പൈസയും കിട്ടി. പിന്നെ ഇപ്പം ചൈനയുടെ വെപ്രാളം എന്ന് പറയുന്നത് നോർത്ത് കൊറിയക്ക് ചൈനയ്ക്ക് പോലും കൊടുക്കാത്ത ബാലിസ്റ്റിക് മിസൈൽ ടെക്നോളജി. ബാലിസ്റ്റിക് അവരുടെ കയ്യിലുള്ളത് പഴയ മിസൈലാണ്. പാകിസ്ഥാനെ മറ്റോ കൊടുത്താണ്, പണ്ടത്തെ കാലത്തുള്ളതാണ്. അപ്പോൾ ഈ നോർത്ത് കൊറിയക്ക് ചൈന ട്രാൻസ്ഫർ ചെയ്താൽ, ഈ ടെക്നോളജി ട്രാൻസ്ഫർ ചെയ്താൽ മാത്രമല്ല, അവർ പറഞ്ഞു ഈ ന്യൂക്ലിയർ സബ്മറൈൻ ഉണ്ട്, അതൊന്ന് നമുക്കൊന്ന് തരുമോ, പഴയതായാലും മതി എന്ന്. ന്യൂക്ലിയർ സബ്മറൈൻ ഇവർ കിം ചോദിച്ചു. അപ്പോൾ റഷ്യ പറഞ്ഞാൽ അതും തരാം, പഴയതാണെങ്കിലും. അപ്പം അത് വന്നപ്പം പിന്നെ ചൈന ശരിക്കും ഞെട്ടി. കാര്യം എന്ന് പറഞ്ഞാൽ ഈ നോർത്ത് കൊറിയ ഗുണ്ടയായിരുന്നു ചൈനയുടെ. ആ നോർത്ത് കൊറിയക്ക് മനസ്സിലായി നോർത്ത് കൊറിയ റഷ്യയോട് അങ്ങ് ചേർന്നു.
ഇപ്പൊ പ്യൂട്ടിൻ്റെ മടിയിലാണ് കിം. ചൈനയിലൊക്കെ പോയി മറ്റേ SCO ഷാങ്ഹായ് മീറ്റിങ്ങിൽ അതൊക്കെ വേറെ, പക്ഷെ എന്നാലും അവിടെ പുട്ടിനുണ്ടല്ലോ, പ്യൂട്ടിനുള്ളതുകൊണ്ട് ഇയാൾ ഹാപ്പിയാണ്, കിമ്മും ഹാപ്പിയാണ്. അങ്ങനെ ചൈനയ്ക്ക് ഒപ്രാളായി, ബലവാനായ സുഹൃത്ത് ചൈനയ്ക്ക് ഒപ്രാളായി. അപ്പോൾ അതിൻ്റെ കൂടെ വേറൊരു കാര്യം കൂടെ ചെയ്തു. മെയ് 10 മറ്റോ ആണോ, ഫസ്റ്റ് വീക്കിലെ മറ്റോ, ഈ കിം ജോങ് ഉൻ കോൺസ്റ്റിറ്റ്യൂഷൻ മാറ്റി. അവരുടെ കോൺസ്റ്റിറ്റ്യൂഷൻ മാറ്റിയിട്ട് എന്താ ചെയ്തെന്ന് പറഞ്ഞാൽ ഈ 2 കൊറിയകളും തമ്മിലുള്ള യൂണിഫിക്കേഷൻ വേണ്ട, അതിൻ്റെ ആവശ്യമില്ല. നമ്മൾ സെപ്പറേറ്റ് കൺട്രി ആയിട്ട് നിന്നാൽ മതി. അത് നമുക്ക് പെട്ടെന്ന് പറഞ്ഞ ഇന്ത്യക്കാർക്ക് പെട്ടെന്ന് പറഞ്ഞാൽ മനസ്സിലായില്ല, പക്ഷെ ചൈനയ്ക്ക് ഭയങ്കര വെള്ളിടിയായിപ്പോയി. കാരണം ചൈന തൈവാനുമായിട്ട് യൂണിഫിക്കേഷൻ എന്ന് പറഞ്ഞാണ് നിൽക്കുന്നത്. ഒറ്റ ചൈന തൈവാനൊന്നുമില്ല. അതേപോലെ ഒറ്റ കൊറിയ എന്നാണ് ഇവർ പറഞ്ഞുകൊണ്ടിരുന്നത്. അതിൽ നിന്ന് മാറി ചൈന അടുത്ത് ചോദിക്കാതെ ആലോചിക്കാതെ കോൺസ്റ്റിറ്റ്യൂഷൻ അങ്ങ് മാറ്റി ഡിക്ലെയർ ചെയ്യുകയും ചെയ്തു. അപ്പം ഇവൻ നമ്മളെ കയ്യിൽ നിൽക്കില്ല, ഇവൻ പോയി എന്ന് അതുകൊണ്ടാണ് ഇയാൾ അന്തം വിട്ട് ഈ നമ്മുടെ ഷീ ജിൻപിങ്ങിനെ സ്ട്രോക്ക് വന്ന്, അത് ഈ നമ്മളീ കാണുന്ന ഷീ ജിൻപിങ് അങ്ങനെയൊന്നും അല്ല. അവരത് ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസ് ഒക്കെ വെച്ചിട്ടുള്ള പിക്ചറൊക്കെയാണ് പലതും കാണിക്കുന്നത്. അങ്ങേര് മെഡിസിനും കൊണ്ടാണ് നടക്കുന്നത്. ഈ 1.5 വർഷമായിട്ട് പുള്ളി ഒരിടത്തും പോയിട്ടില്ല. അദ്ദേഹത്തിൻ്റെ വൈഫ് ഒരു ടൂറൊക്കെ നിർത്തി, അതും 1.5 വർഷം 2 വർഷമായിരുന്നു. 24 മറ്റോ പോയതാണ് പുറത്തും, പിന്നെ പോയിട്ടില്ല. അപ്പം ഇത് ഈ സുഖമില്ലാത്ത മനുഷ്യൻ അന്തം വിട്ട് എന്തും ചെയ്യുന്നില്ല, അന്തം വിട്ടാണ് അവിടെ പോയത്. വേറെ ഒരു രാജ്യത്തിലേക്ക് പോകാനും അങ്ങനെ പ്ലാൻ ചെയ്തിട്ടില്ല. ഇത് ക്വിൻറ്റെസൻഷ്യലായി ചൈനയുടെ ഡിഫൻസുമായിട്ട് ബന്ധപ്പെട്ട് പോയേ പറ്റൂ. അങ്ങനെയാണ്. കയ്യിൽ നിന്ന് പോയാലും വലിയ അപകടമാണ്. കയ്യിൽ നിന്ന് പോയി. ഇനിയിപ്പോൾ നോർത്ത് കൊറിയ ചൈന പറഞ്ഞ മാത്രമല്ല, ഇതിന് വേറൊരു ബാക്ക്ഗ്രൗണ്ട് ഉണ്ട്. ഈ പ്യൂട്ടിൻ സ്റ്റാലിൻ ചെയ്തതുപോലെയാണ് പ്യൂട്ടിൻ ചെയ്യുന്നത്. പ്യൂട്ടിൻ ഭയങ്കര, ഇവിടെ എല്ലാവരും പറയും കണ്ട എത്ര നാളെ റഷ്യ മറ്റേ ഉക്രൈനെ അടിച്ചുകൊണ്ടിരിക്കണം, ഒന്നും സംഭവിച്ചില്ലെന്നൊക്കെ ഇവിടെ ചിലരൊക്കെ പറയും. പക്ഷെ അതൊക്കെ നമുക്കിങ്ങനെ പറയാം മൈതാന പ്രസംഗം പോലെ. പ്യൂട്ടിനെ പോലെ ഇത്ര ഇൻ്റലിജൻ്റ് ആയിട്ട് കരുക്കൾ നീക്കുന്ന ഒരു ഭരണാധികാരി നമ്മുടെ 1-2 പേരേ ഉള്ളൂ ഉണ്ടായിരിക്കാം. നമ്മുടെ ഇന്ത്യയുടെ പ്രൈം മിനിസ്റ്റർ ഉണ്ടായിരിക്കാം. പിന്നെ പ്യൂട്ടിനുമാണ് ഭയങ്കര ഇൻ്റലിജൻ്റാണ്. അയാൾ വിചാരിക്കുന്നിടത്താണ് ഈ കാര്യങ്ങൾ പോകുന്നത്. നോർത്ത് കൊറിയ കിട്ടി എന്തോന്നാ, ഈ എല്ലാവരും പറയും ചൈന റഷ്യയുടെ തോളിൽ കൈയിട്ടിരിക്കുന്നു. അല്ല, ചൈനയും റഷ്യയും തമ്മിൽ, പ്രത്യേകിച്ച് ഈ ചൈനയ്ക്ക് ഭയങ്കര എതിർപ്പുണ്ട്. ഈ മഞ്ചൂറിയയും പിന്നെ സക്കാലിൻ ഐലൻഡ്, അവിടെ നിറയെ ഓയിൽ റിച്ചാണ്. വ്ളാഡിവോസ്റ്റോക്ക്, സൈബീരിയ എല്ലാം നമ്മുടെ ആണെന്നാണ്. നമ്മൾ അരുണാചൽ പ്രദേശ് വേണമെന്ന് പറഞ്ഞാൽ ദിവസവും ഈ സൈബീരിയയുടെ പേര് മാറ്റി വ്ളാഡിവോസ്റ്റോക്കായിട്ട് ചേർന്ന് അത് ചൈനീസ് പേരാക്കിയിട്ട് ഇത് രാവിലെ എടുത്തു വെച്ച് വായിക്കും. അതിങ്ങനെ റഷ്യ അവരുടെ സ്വന്തം ആളായിട്ട് നിൽക്കുകയാണ്. പിന്നെ റഷ്യ പ്യൂട്ടിൻ പിന്നെ ഇത് വലിയ ശല്യമാണ്. പിന്നെ എന്താ ചെയ്യാത്തെന്ന് പറഞ്ഞാൽ ഇവരുടെ ഓയിൽ മൊത്തം വാങ്ങുന്നവരാ. നമ്മൾ നമ്പർ 2 ആണ് ഇന്ത്യ. അപ്പോൾ റൂബിൾ കിട്ടും, കാശ് കിട്ടും. ചൈന വിചാരിക്കണം എന്ന് പറഞ്ഞാൽ ഇവൻ്റെ ഈ റഷ്യയുടെ കൂടെ നിന്ന നമുക്കും എന്തെങ്കിലുമൊക്കെ കിട്ടും. പിന്നെ അവിടെ വല്ല അട്ടിമറിയും വല്ല വന്നാൽ നമുക്കങ്ങ് കയറാം. പ്യൂട്ടിന് എന്തെങ്കിലും ഒരു ബലക്ഷയം വന്നാൽ എപ്പം ആ തൊട്ട് കയറി നോക്കിയാൽ മതി. ഈ ചൈന അമേരിക്കയേക്കാൾ വലിയ ത്രെട്ടാണ് ചൈന. അത് സത്യമായ കാര്യമാണ്. അപ്പം അതുകൊണ്ട് നമ്മുടെ ഇന്ത്യക്ക് ഇത് വളരെ നല്ലൊരു കാര്യമാണ്. ഈ അദ്ദേഹം അന്തം വിട്ട് പിന്നെ നോർത്ത് കൊറിയ പോയെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ചൈന പിന്നെ പവർഫുൾ ആവില്ല. ഇന്ത്യയായിട്ട് നോർത്ത് കൊറിയ ടൈറ്റ് ആയാൽ റഷ്യ ഒരു തലവേദനയാണെങ്കിൽ പിന്നെ സൗത്ത് കൊറിയ അപ്പുറത്തുണ്ട്. പിന്നെ വേറെ ഒരു പ്രധാനപ്പെട്ട സംഗതി, സൗത്ത് കൊറിയയും ജപ്പാനും 70% യുറേനിയം പ്രോസസ്ഡ് കയ്യിലുണ്ട്. എപ്പോൾ വേണമെങ്കിലും 90% ന്യൂക്ലിയർ എപ്പോൾ വേണമെങ്കിലും അവർക്ക്. മാത്രമല്ല തക്കാച്ചി എന്ന് പറഞ്ഞ ഒരു പ്രൈം മിനിസ്റ്റർ വന്നിട്ടുണ്ട്. അവരാര് പറഞ്ഞാലും കേൾക്കില്ല. അവർ ബെഞ്ചമിൻ നെത്തന്യാഹുവിന്റെ അനിയത്തി ചേച്ചിയാണോ അല്ലെ അനിയത്തിയാണോ എന്ന് എനിക്ക് ഡൗട്ടുണ്ട്. ആ രീതിയിലാണ് അവർ സ്വഭാവത്തിൽ. അങ്ങനെ അവർ രണ്ടുപേരും ഭയങ്കര അടുപ്പത്തിലാണ്. അങ്ങനെ വന്നാൽ സൗത്ത് കൊറിയ, ജപ്പാൻ, പിന്നെ USA, പിന്നെ നോർത്ത് കൊറിയ ഇപ്പുറത്ത്, റഷ്യ ഇപ്പുറത്ത്, ചൈനയുടെ. അപ്പോൾ അതൊരു വല്ലാത്ത ഒരു ഊരാക്കുടുക്ക് ഒരു എന്താ പറയുന്നത് കൊണൻട്രം എന്ന് പറയും ഇംഗ്ലീഷിൽ. അങ്ങനെ ഒരു ഇതിൽ Catch-22 സിറ്റുവേഷൻ എന്നൊക്കെ പറയാം. അപ്പോൾ അവർ ആയാൽ പിന്നെ ചൈന ഔട്ടായി.
ഇവർ ന്യൂക്ലിയർ പവർ ഗെയിൻ ചെയ്താൽ സൗത്ത് കൊറിയയും നോർത്ത് കൊറിയ അല്ലല്ല നോർത്ത് കൊറിയ ആണ്, ജപ്പാനും ആണെങ്കിൽ അവർ ഇത് ചെയ്താൽ ആറ്റമിക് ബോംബ് പൊട്ടിച്ച അവരുടെ ഡെലിവറി സിസ്റ്റം ഒക്കെ ഉണ്ട്. ജപ്പാൻ ഹൈലി അഡ്വാൻസ്ഡ് ആണ്, സൗത്ത് കൊറിയ അതൊക്കെ. ഈ ന്യൂക്ലിയർ ബോംബ് മാത്രം ഇല്ലാന്നേ ഉള്ളൂ. അവരുടെ ലൈസർ വെപ്പൺസ് ഒക്കെയാണ് ഉള്ളത്. ആർക്കും അറിഞ്ഞൂടെ അവരുടെ എന്തോ ഉണ്ടെന്ന്. അതും കൂടെ ആയിക്കഴിഞ്ഞാൽ ചൈനയുടെ ഓഫീസ് പൂട്ടും. കാര്യം എന്ന് പറഞ്ഞാൽ പിന്നെ ചൈനയ്ക്ക് ഇവിടെ ഗാൽവാൻ താഴ്വരയിൽ നിന്ന് ഇറങ്ങാൻ സമയം കാണില്ല. ഇതെല്ലാം കൊണ്ടായിരിക്കാം ലാവോസിനെ വിട്ട് നമ്മളുമായിട്ട് അടുക്കുന്നത്. നമുക്ക് അവരെ വിശ്വസിക്കാൻ പറ്റില്ല, ഒരിക്കലും അവരെ നമ്പാൻ പറ്റില്ല. നമ്മളെ ഈ കഴിഞ്ഞ 75 വർഷത്തെ ചരിത്രം വെച്ച് നോക്കിക്കഴിഞ്ഞാൽ നമ്പാൻ കൊള്ളാത്ത ഒരു രാഷ്ട്രമാണ് ചൈന. ബട്ട് ചൈനയ്ക്ക് വേറെ ഗതിയില്ല. ഇന്ത്യക്കാരോട് മാന്താൻ നിൽക്കില്ല. നമ്മുടെ അതിർത്തിയിൽ നിന്നും വന്ന് മാന്തൂല്ല എന്ന് പറഞ്ഞാൽ വലിയ വറിയാണ് ഈ സൗത്ത് കൊറിയയും നോർത്ത് കൊറിയയും റഷ്യയും ജപ്പാനും ചൈനയ്ക്ക് ഉണ്ടാക്കുന്നത്. അതാണ് ശരിക്കും സി ജിൻപിങ് ഈ നോർത്ത് കൊറിയയിലേക്ക് പോയത് വാസ്തവത്തിൽ ഈ പറഞ്ഞതുപോലെ സാറ് നേരത്തെ പറഞ്ഞ പോലെ അന്തം വിട്ട പ്രതി എന്തും ചെയ്യും എന്ന് പറഞ്ഞു. അല്ല, അതിന്റെ കൂട്ടത്തിൽ അന്തം വിടാൻ വേറൊരു കാരണം കൂടെ ഉണ്ട്. അകത്തും തീയാണ്, എല്ലായിടത്തും തീയാണ്. മിലിറ്ററി മറ്റേ അവര് 100 ജനറലിനെയൊക്കെ പിടിച്ച് അകത്താക്കിയെങ്കിലും അവരിങ്ങനെ ഫ്യൂം ചെയ്യാണ്, സ്മോൾഡർ ചെയ്യാണ്. അപ്പൊ ഒരു നിവൃത്തിയില്ല, ഞങ്ങൾ പോവില്ല എന്ന് പറഞ്ഞാൽ തിരിച്ചു കയറാൻ പറ്റില്ല. എന്നിട്ടും പോയി, തൊട്ടടുത്തല്ലേ, ടക്കനെ വന്നു. അപ്പൊ അതുകൊണ്ട് നല്ലൊരു ടൈം ഒന്നും അല്ല. പിന്നെ അവരുടെ ട്രേഡും ഒക്കെ താഴോട്ട് പോകുന്ന അമേരിക്ക അഗൻസ്റ്റ്, എല്ലാവരും അഗൻസ്റ്റ്, ആരുമില്ല. ഒരു അപ്രമാദിത്വം. ആകെയുള്ള ഒരു ഫ്രണ്ട് എന്ന് പറഞ്ഞാൽ ഇയാളും പ്യൂട്ടിനാണ്. പ്യൂട്ടിനെ പിണക്കാതെ കൊണ്ടുപോയേ പറ്റൂ. എന്തായാലും സാർ നമുക്ക് കാത്തിരിക്കാം. ഈ പറഞ്ഞ പോലെ ചൈനയുടെ ഒരു ഈ ട്രേഡിലും ജിയോ പൊളിറ്റിക്സ് എന്ന് പറഞ്ഞാൽ ഭയങ്കര ഇതുപോലുള്ള ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള കാര്യങ്ങളാണ്. വെരി വെരി ഇൻട്രസ്റ്റിംഗ്. അവർ ഈ നേതാക്കന്മാരെ കാണുമ്പോൾ ഇങ്ങനെ കെട്ടിപ്പിടിക്കാനും എന്നാലും ഒരു കണ്ണ് പ്യൂട്ടിൻ ഇങ്ങനെ തുറന്ന് നോക്കും. അതുപോലെ തിരിച്ചു. എന്തായാലും നമുക്ക് കൂടുതൽ വിവരങ്ങൾ നമുക്ക് കാത്തിരിക്കാം എന്താണ് ചൈനയിൽ സംഭവിക്കുന്നത്. തുടർ വിവരങ്ങളുമായിട്ട് നമുക്ക് പിന്നാലെ വരാം. നന്ദി. വന്ദേ മാതരം.